ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എനിക്കും നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വധശിക്ഷയില്ലേ, അതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയൊരു ദിവസമായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പ്രാബല്യത്തിൽ വന്നാൽ മതിയായിരുന്നു. അതിൽ ഇനി ശിക്ഷ ഇളവുകളൊന്നും കിട്ടാതെ, അപ്പീൽ പോയി ശിക്ഷ ഇളവുകളൊന്നും മേടിക്കാതെ അതൊന്ന് പ്രാബല്യത്തിലെത്തിയാൽ മതി എന്നേ ഉള്ളൂ ആഗ്രഹം. അതുപോലെ തന്നെ കുറേ എണ്ണങ്ങളുണ്ട്. ഇതുപോലുള്ള നികൃഷ്ട ജന്മങ്ങളെ നമുക്കറിയാലോ. വർഷങ്ങളായിട്ട് ആളുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നികൃഷ്ട ജീവികളെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ. അതുങ്ങൾക്കും ഇങ്ങനത്തെ ഇത്ര കഠിനമായ ശിക്ഷ തന്നെ കിട്ടണം, ഒട്ടും കുറവുണ്ടാവരുത്. പിന്നെ വേറെ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഒരു മാനസിക രോഗമുള്ള ഒരു വ്യക്തി, ഒരു സരിതാ നായർ ഇഷ്യൂ സാമ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എനിക്ക് ഈ വ്യക്തിയുടെ വിചാരം എന്താണെന്നറിയോ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് ഇവൻ്റെ കൂടെയുള്ള ആ സാധനം ഉണ്ടല്ലോ, അതിനിളകുന്ന പോലെ എനിക്ക് എന്തൊക്കെയോ ഇളകും. എന്നിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഞാൻ മാനസികമായിട്ട് തളർന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും എന്നൊക്കെയാണ് ഈ മാനസിക രോഗിയുടെ വിചാരം. പക്ഷെ എനിക്കത് കണ്ടിട്ട് കുറേ കോമഡി ഇരുന്ന് കാണിക്കുന്ന ആ കോപ്രായൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാൻ മാത്രമല്ല, കുറേ പേര് പറയുന്നുണ്ട് അതിന് ഭ്രാന്താണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ കുറേ ആ ഒരു ഫോട്ടോയുടെ പോസ് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെ വീട്ടുകാരെ വിറ്റ പൈസയ്ക്ക് തീറ്റിയല്ലേ, അതിൻ്റെ കൊഴുപ്പല്ലേ ബോഡിയിലുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ അല്ല, വളയില്ല. എത്ര കടന്ന് ശ്രമിച്ചിട്ടും കാര്യമില്ല. എനിക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും, ഇപ്പോഴും ഇരിക്കാൻ പറ്റും. എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതങ്ങനെ. അല്ലാതെ നീയൊന്നും കടന്ന് കാണിച്ചിട്ട് ജിമ്മിൽ പോയിട്ടോ 150 ഏത്തയ്ക്ക ഒരുമിച്ച് നിന്നിട്ട് വണ്ണം വെപ്പിക്കാൻ നോക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. വണ്ണം വെക്കണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണമെങ്കിലും ഒക്കെ അതിൻ്റേതായ ഓരോ രീതികളും അതിൻ്റേതായ ഓരോ ചിട്ടകളും ഉണ്ട്. അതിനനുസരിച്ച് ജീവിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ വല്ലവരെയും പോട്ടെ. ഇതിപ്പം ഞാൻ എന്നെ പറഞ്ഞ ആ ഒരു മാറ്ററിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് അതിലേക്ക് യാതൊരു പ്രശ്നമില്ല. ഇവന് ഇതല്ല, ഇനി സരിതയല്ല, ഞാൻ വേറെ ആരുടെയും പേര് പറയുന്നില്ല. ഈ ഒരു വിഷയത്തിൽ വേറെ ഒരാളെയും ഞാൻ കുറഞ്ഞതായിട്ട് കാണിക്കാൻ, അവരെ പോലെയാണ് ഇവരെ പോലെയാണ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. മീൻസ് എന്നെ കമ്പയർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇനി നീ ആരുടെ പേര് പറഞ്ഞിട്ട് നീ എന്തൊക്കെ ചെയ്താലും എനിക്ക് എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയേ ഉള്ളൂ, അത്രയും ഇതിലേ ഞാൻ വിടുകയുള്ളൂ. എനിക്ക് എവിടെയും അതേശാനായിട്ട് പോകുന്നില്ല. കാണുന്നവർ തന്നെ നിന്നെ ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ ആ ഒരു സെയിം കട്ട് തോന്നുന്നുണ്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ. ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചായ കുടിച്ച് ഞാനത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം എന്തിനാണ് നീ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നലെയും ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്, ഞാൻ ഇന്നിതുവരെ ഈ വിഷയത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്, അവരെ കുറിച്ചിട്ട് തന്നെ പിന്നെ നീ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ്. അതായത് നിൻ്റെ അമ്മ എന്ന് പറയപ്പെട്ടിരുന്ന അവരെ പറ്റിയിട്ട് നീ ഇപ്പം നിൻ്റെ അമ്മയല്ലാന്ന് 100 ആവർത്തി പറഞ്ഞു, നിൻ്റെ പെങ്ങളല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞു എൻ്റെ പെങ്ങളുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഞാനൊന്ന് തീർത്തതാന്നേ, തീരുമാനം എല്ലാം സോൾവ് ചെയ്താണെന്നേ. എന്നിട്ട് ഇവളാണ് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വക മന്ദബുദ്ധിത്തരം. കുറച്ച് നാളായി നീ ഇത് പറയുന്നു. ഇടയ്ക്ക് നിന്നിട്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കാന്ന്. അത് നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേടാ. വേറൊരാൾ ഇടിപ്പിക്കുമ്പോഴത്തേനും ഓടിച്ചെന്ന് ഇടിക്കാനായിട്ട് അത് നിൻ്റെ ബലഹീനതയല്ലേ. സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടല്ലേ, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കറേജ് ഇല്ലാത്തത് കൊണ്ടല്ലേ വേറൊരാൾ പറയുന്ന കേട്ടിട്ട് നീ ഇടിക്കാനായിട്ട് ചെല്ലുന്നത്. അതും നിൻ്റെ ഒരു ട്രിക്കാണ്. മറ്റേ സൈക്കോ ഓതിത്തരുന്ന ഒരു ട്രിക്കാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സൈക്കോകൾ ഓതിത്തരുന്നതെല്ലാം സൈക്കോത്തരം തന്നെയായിരിക്കുമല്ലോ. ആ ഒരു ആരോപണവും ഞാനതാ ഏറ്റവും വിലയില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു അതുപോലെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇന്നലെ കള്ളം പൊളിക്കാനായിട്ട് ഒരു തെളിവ് കൊണ്ടുവന്നിട്ടായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് നീ പ്രൂവ് ചെയ്തു. ഞാൻ എന്താണ് പറഞ്ഞത്? എൻ്റെ നാവിന്ന് ഞാൻ അങ്ങനെ ഒരു വീട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിനക്ക് ഇന്നലെയും തെളിയിക്കാൻ പറ്റിയില്ല. എന്നെ വിളിച്ച ഒരു സ്ത്രീ, എന്നെ ആ ഒരു വാക്ക് വിളിച്ച, നീ പോറ്റി വളർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ, നിന്റെ പെങ്ങളെ 1500 തവണയല്ല ഈ വാക്ക് ആ സ്ത്രീ വിളിച്ചേക്കുന്നത്. ഇത് കയ്യിലിരിപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും എനിക്കറിയില്ല, എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതിൻ്റെ തെളിവുകൾ. ആ 1500 തവണയും നീ അത് എൻജോയ് ചെയ്ത് വിട്ടിരുന്നു. അതുപോലെ സ്ഥിരമായിട്ട് ഈ ആൻമേരി മുഴുപ്പേൽ എന്ന് പറയുന്ന സ്ത്രീ നിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് നിനക്ക് ഈ പെങ്ങൾക്കെതിരെ അമ്മയ്ക്കെതിരെ മാത്രം ഇതുപോലുള്ള തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവർക്കെതിരെ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേർക്കെതിരെ. അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു തെളിവ് നീ തന്നെ കാണിച്ചല്ലോ. നീ പോറ്റി വളർത്തിയ ആ സ്ത്രീയെ ഇട്ടിരുന്ന ആ വേർഡ് നീ തന്നെ കാണിച്ചു.
ആ വേർഡ് എടുത്ത് കാണിച്ചിട്ട് ഇതേ ഇങ്ങോട്ട് നോക്കൂ, ഇത് എങ്ങനെ ഉണ്ടാവും എന്തെന്ന് വെച്ചാൽ നിനക്കും അവൾക്കും വേണ്ടിയിട്ടാണ് അവൾ എന്നെ ചീത്ത വിളിച്ചത്. കാര്യം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ഐഡിയ ഒന്നും അല്ല. കുറേ കാലങ്ങളായിട്ട് നിന്റെ പെങ്ങളെ ഇത്തരം വൃത്തികേട് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണത്. ഇങ്ങനത്തെ വാക്കുകൾ മാത്രമാണ് നിന്റെ പെങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം നീ മാത്രമാണ്. നീ പുറത്തുവിട്ട നിന്റെ വീട്ടുകാരെ പറ്റിയിട്ട് പുറത്തുവിട്ട കുറേ കാര്യങ്ങളാണ്. ആ സ്ത്രീ എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ദാ ഈ വേഡ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ വാക്ക് അങ്ങോട്ട് നോക്കി വിളിക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വായും കൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല. നീ കൊണ്ടു നടക്കുന്ന ആ സ്ത്രീ എനിക്ക് തന്നത് ഞാൻ സ്നേഹപൂർവ്വം എടുത്ത് നിനക്ക് തന്നു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. അത് ഞാൻ പറഞ്ഞായിരുന്നു, അതിന് തൊട്ടുമുള്ള വീഡിയോയിൽ ഞാൻ പറയായിരുന്നു ഇതാണ് സംഭവം എന്ന്. അത് സത്യമാണെന്ന് നീ പ്രൂവ് ചെയ്തു. അതേപോലെ നീ കുറേ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെ വെറുതെ എവിടെ നില്ലെന്നും പറഞ്ഞിട്ട് നീ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചായിരുന്നല്ലോ. എവിടെ ചമ്മി ശശിയായി പോയിരുന്നില്ലേ? അതുപോലെ ഇന്നലെയും കുരങ്ങന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ നീ പറഞ്ഞായിരുന്നു, നീ എൻ്റെ സരിതാ നായരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ പറയില്ലേ കണ്ടപ്പോൾ എവിടെയോ എന്തോ ഒരു സാദൃശ്യം. ഇത് നിനക്ക് സ്വന്തമായിട്ട് ഒന്നും ഡെവലപ്പ് ചെയ്തെടുക്കാനോ ക്രിയേറ്റ് ചെയ്തെടുക്കാനോ നിനക്ക് കഴിവില്ല. ഞാനിത് കണ്ടായിരുന്നു, നിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസ് കണ്ടായിരുന്നു ഈ ഒരു പേര് പറഞ്ഞിട്ട്. അത് നേരെ എടുത്തിട്ടല്ല, നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമൊന്നുമില്ല. ഒരുത്തൻ പറയുന്നത് കേട്ടോ, അത് അതേപോലെ എടുത്തങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അത് നിനക്ക് തോന്നിയല്ലോ, സാദൃശ്യം തോന്നിയല്ലോ, ഗ്രേറ്റ്, നല്ല കാര്യം. അതുപോലെ തന്നെ എനിക്കും ഒരു സാദൃശ്യം തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കമ്പം ഇറങ്ങി പോകുമ്പോൾ ഈ കുരങ്ങന്മാർ അതും കുട്ടികളെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഞാനവിടെ. ആ ഒരു സ്ത്രീ കാണിച്ച അത് ഞാൻ മാത്രമല്ല, ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാണിച്ചൊരു കാട്ടായത്തിന് ചാടിക്കേറി ഒക്കത്തിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അത് പറയാനും അതിൻ്റെ പിന്നിലും വേറെ കാരണങ്ങളുണ്ട്. അതും നീ പറയുന്നതെല്ലാം കള്ളമാണെന്ന് നീ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഏതോ ഒരു ശങ്കരൻ്റെ കാര്യമോ വാറ്റിൻ്റെ കാര്യമോ ഒക്കെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ. താൻ ഏതൊരു രീതിയിലാണോ സ്വന്തം കുടുംബത്തെ അപമാനിക്കാതിരുന്നിട്ടുള്ളത്? ഇന്ന് വരെ ഒരു 4-5 വർഷമായിട്ട് ഏതെങ്കിലും ഒറ്റ പോയിന്റിൽ അപമാനിക്കാതിരുന്നിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തെ ഇതുപോലെ ഇട്ട് അപമാനിക്കുന്ന ഒരുത്തനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരുന്നത്. എന്നെ ആക്രമിക്കുന്നു 4-5 വർഷമായിട്ട് എന്നെ ആക്രമിക്കുന്നു. വെറുതെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ്റെ ജൽപ്പനങ്ങളും ആയിട്ട് മാത്രമാണ് ജനങ്ങൾക്ക് തോന്നുള്ളൂ. ഇത്രയും 10-700 ശിഷ്ടം സബ്ബുള്ള നിനക്ക് എത്ര നല്ല കമൻറ്റാണ് വരുന്നത്? എത്ര പേരാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? കുറച്ചറിയാത്ത ഷോർട്സ് ഇട്ട് കുറച്ച് സബ് കിട്ടി. കുറേ ആളുകൾ അതിൽ പറയുന്നത് ഞാൻ കണ്ടു. ഷോർട്സ് ഇട്ട് നല്ല രീതിയിൽ വരുമായിരുന്നു, ആക്റ്റീവായിട്ട് വരുമായിരുന്നു. അതേ ഷോർട്സ് ഇടുന്നതുകൊണ്ട് ഷോർട്സ് കുറേ പേരിലേക്ക് എത്തും, കുറച്ച് സബ് കിട്ടും. അതിൻ്റേതായ വ്യൂസ് ഒന്നും നിൻ്റെ വീഡിയോയ്ക്കില്ല, അതിൻ്റേതായ ഒരു പുരോഗമനവും നിൻ്റെ വീഡിയോയ്ക്ക് കാണുന്നില്ല. ഈ പറയുന്നവരുടെ വിചാരം ഷോർട്സ് ഇട്ട് കുറച്ച് സബ് ഉണ്ടായാൽ അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന പൊട്ട മന്ദബുദ്ധികളായ ആളുകളാണ് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ല, മനസമാധാനം തരുന്നില്ല. നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ടാണ്. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെയാ ഉയർന്നതെന്ന് മാത്രം. നേരെ താഴേക്ക് പോകുന്നതല്ലാതെ ഒരിടത്തും അടിക്കടി താഴോട്ട് പോരുന്നതല്ലാതെ ഒരിടത്തും ഒരു ഉയർച്ച കണ്ടിട്ടാണ് ഈ മന്ദബുദ്ധികൾ ഇങ്ങനെ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. 2 ഷോപ്പെന്നും പറഞ്ഞു അനൗൺസ്മെൻ്റ് ആയിരുന്നു ഇത്രയും നാൾ. ഒരെണ്ണം പൂട്ടിക്കെട്ടി പൊട്ടി പാളിഷായി, അപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഉയർച്ച എന്ന്. ഷോർട്സ് ഇട്ട് 2 സബ് കയറി അപ്പോൾ പറയും ഉയർച്ചയെന്ന്. ഉയർച്ച ഉള്ളവരെ കണ്ടുപിടിക്കുക. കുറേ ആൾദൈവങ്ങൾ അതിൻ്റെ താഴെ ഇരുന്നിട്ട് പറയുന്നില്ലേ ദൈവം കൊടുക്കും കാണുന്നില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഓരോ ദിവസവും ഗ്രേറ്റ് ആയിട്ട് ഓരോ ദിവസവും നല്ല രീതിയിൽ പടിപടിയായിട്ട് ഉയരുന്നു മാത്രമേ ഉള്ളൂ. അതാണ് കാണേണ്ട കാഴ്ച. അതാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് മനസ്സിലാക്കേണ്ട ആ ഒരൊറ്റ കാര്യത്തിലാണ്. ഇത്ര കാലമായിട്ടും അവർക്കൊരു അധോഗമനം, അവർക്കൊരു പരാജയം ഉണ്ടായിട്ടില്ല. അവർ നാൾക്ക് നാൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നന്നായിട്ട് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. എവിടെയാണ് താണു പോകുന്നത്? എവിടെയാണ് പൊട്ടിപ്പാളീഷാവുന്നത്? എവിടെയാണ് ഒന്നുമില്ലാതെ ബിഗ് സീറോ ആയിട്ട് പോകുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഇരുന്ന് പറയുകയാണ്, ഒരു ഉളുപ്പുമില്ലാത്ത കള്ളം തന്നെ പറയുകയാണ്. ഇതിനിടയ്ക്ക് ജാങ്കോ സ്പേസിൽ വന്ന ഇൻ്റർവ്യൂവിൽ ഒരുത്തിനെ കെട്ടിയ കാര്യം പറയുന്നുണ്ട്. കെട്ടി വീട്ടിൽ ഈ പുള്ളിക്കാരത്തിയുടെ അച്ഛനെ പോലും അറിയിക്കാത്ത ആല് കെട്ടി ഒരുത്തൻ വീട്ടിൽ കയറിയിരിക്കുന്നു. ഏതെങ്കിലും തറവാട്ടിൽ നടക്കുന്ന കാര്യമാണോ? അച്ഛനെ അറിയിക്കാതെ താലി കെട്ടിയിട്ട് അമ്മയുടെ സമ്മതത്തോടെ വീട്ടിൽ കയറിയിരിക്കുന്നു. അച്ഛൻ വൈകിട്ട് കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് മകളെ ഒരുത്തൻ മകൻ കെട്ടിയോനുമായിട്ട് വീട്ടിലിരിക്കുന്നത്. സ്വന്തം അച്ഛൻ കാണുന്ന സീനിതാ. അതൊക്കെയാണ് വലിയ ഹൈലൈറ്റ് ചെയ്ത് വലിയ സംഭവമായിട്ട് പറയുന്നത്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇവനുകളുമാണ് മറ്റുള്ളവരെ വിധിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്താ, ശങ്കരൻ എന്തോ വാറ്റിയെന്ന കള്ളു വാറ്റി, ചാരായം വാറ്റി എന്നൊക്കെ പറയുന്നു. നീ ആ ഫാമിലിയിൽ അല്ലായിരുന്നോ? അത് ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണോ നീ ആദ്യം കള്ള് ഷാപ്പിൽ തന്നെ പണിക്ക് പോയത്?
ഹൈ റേഞ്ച് മേഖല എന്ന് പറയുമ്പോൾ കുറേയൊക്കെയും കുടിയേറ്റ മേഖലകളാണ്. അവിടെയൊക്കെ കുറേ പത്രങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ ചാരായം മാറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് ഏതോ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തുള്ള കാര്യം എടുത്തിട്ട് ഇവൻ പറയുകയാണ്, അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ട് ഇവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് സ്വന്തം മകൻ എന്ന് പറയുന്ന ഈ വിഷവിത്ത് ഇന്ന് വന്നിരുന്ന് പറയുകയാണ് അവരും അങ്ങനെയാണ്, ആ സ്ത്രീയും അങ്ങനെയാണ്. ആ ഒരു അമ്മ എന്ന് പറയുന്ന ജന്മത്തെ ഏതെല്ലാം രീതിയിൽ ഈ വൃത്തികെട്ടവൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ആക്കി തീർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവരെ പ്രതിഷ്ഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ലോകത്തൊരമ്മയ്ക്കും ഞാൻ അതുകൊണ്ടാണ് അന്നും ഇന്ന് എന്നെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് അഗെയിൻസ്റ്റ് നീ എങ്ങനെ എത്ര പേരെ ആക്കിയിട്ട് നീ നിന്നാലും എനിക്ക് ഒന്നും ബാധിക്കില്ല. ഇനി അതിന് പകരമായിട്ട് എനിക്ക് തൂക്ക് കയറാൻ വിധിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പ്രതികരിക്കുന്നത് ആ ഒരു അമ്മയെ, ആ ഒരു കൂടപ്പിറപ്പിനെ നീട്ട് പീഡിപ്പിക്കുന്ന നിൻ്റെ ആ ഒരു നികൃഷ്ടമായ നിൻ്റെ ആ ഒരു വൃത്തികെട്ട മനസ്സിനെതിരെയാണ്. കാര്യം ഇത് ആരും കണ്ടുപിടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് കുറേ പേര് വന്നു ഇവനെ അനുകരിച്ചിട്ട്. അപ്പോഴൊക്കെ ഇവൻ മുന്നോട്ട് വരും, കണ്ടോ ഞാനാണ് ആദ്യം ഇത് യൂട്യൂബിൽ ഇറക്കിയത്, യൂട്യൂബിൽ ഈ സംഭവം തരംഗമാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇവൻ വരും. പക്ഷെ അന്ന് പിള്ളേരൊക്കെ പാവങ്ങളായിരുന്നു. അതുങ്ങൾ 1-2 വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതുങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നുണ്ട് ഇത് ശരിയല്ല, ഞാനീ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട് അതുങ്ങൾ തന്നെ തിരുത്തി പോകുന്നുണ്ട്. പക്ഷേ ഈ രാക്ഷസി അങ്ങനെയല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം വരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതെന്നിട്ട് എൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് ഈ കഴിവില്ലാത്തവൻ ആ ഗ്യാപ്പിൽ കൂടെ പതിയെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. നടക്കില്ല. ഇത് ആദ്യം മുതൽ ഇപ്പം വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇനി അങ്ങനെ കെട്ടിവെച്ചാലും എനിക്ക് പുച്ഛം, പരിഹാസം, പരിതാപം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ എന്ത് എന്നെ പറഞ്ഞാലും എൻ്റെ എവിടെയും എനിക്കത് ബാധിക്കില്ല. ഞാൻ പറയില്ലേ, ഞാനത് ചായ കുടിച്ച് ആസ്വദിച്ചിരുന്ന് കണ്ട് ചിരിക്കത്തേ ഉള്ളൂ. കാര്യം ആ സമയത്ത് നിൻ്റെ ഭാവമൊക്കെ അസലൊരു സൈക്കോ പേഷ്യൻറ്റിൻ്റേത് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും പറയുന്ന കാണുമ്പോൾ കമൻറ്റ് നോക്കുമ്പോൾ എനിക്കത് നല്ല സന്തോഷം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ചേർത്ത് വെച്ചേക്കുന്നു എന്ന് പറയുന്ന ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്കറിയാം എന്നെ ഏത് സെക്കൻഡിൽ ഏത് രീതിയിൽ നീ ബ്ലോക്ക് ചെയ്യുന്നോ, എൻ്റെ നാവ് അടപ്പിക്കുന്നോ, അതിന് പിറ്റേന്ന് നിനക്കും അവക്കും കൂടെ ഇങ്ങനെ വെബ് സീരീസ് ആയിട്ട് ഇറങ്ങാനാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കാര്യം ഓപ്പോസിറ്റ് ആളുകൾ പ്രതികരിക്കില്ല. അതുങ്ങൾ പാവമായിപ്പോയി. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് അവരൊരു വീഡിയോ ആയിട്ട് വന്നാൽ നിനക്കപ്പം വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ, നിനക്ക് വല്ലാതെ പ്രശ്നമാവും. നീ എന്തൊക്കെ കാണിച്ചിട്ടാ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്? ഇപ്പോഴും അവരൊരു കോടതിയിലെ കാര്യങ്ങൾ വക്കീലിനോട് എന്തോ ഇവരെ അഡ്വൈസ് ചെയ്തെന്നോ ഇവർ കാല് പിടിക്കാൻ പറഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നീ വീഡിയോ ചെയ്തത്. അതാരാണെങ്കിലും ഏത് അഡ്വക്കേറ്റ്സ് ആണെങ്കിലും പരസ്പരം ചോദിക്കുന്നതാണ്, ഒത്തുതീർപ്പിന് തയ്യാറാണോ, ഇങ്ങനെ ഒരു വിഷയമല്ലേ, നമുക്കത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം. അതിന് അവർ പറഞ്ഞിട്ടാണ് അവർക്ക് അമേരിക്കയ്ക്ക് പോകാനാണ്, ഇതിനാണെന്ന് പറഞ്ഞാൽ അതും മാനിപ്പുലേഷൻ. അതിവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അവരെ കളിയാക്കി കുറേ ജന്മങ്ങൾ വീഡിയോയ്ക്ക് താഴെ. നീ ഏതൊരു വീഡിയോ ഇട്ടാലും നിൻ്റെ അമ്മയെ കളിയാക്കി കുറേ കമൻസ് ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നിനക്ക് ക്രൂരമായിട്ടുള്ളൊരു സൈക്കോ ആനന്ദം നിനക്ക് കിട്ടും. അത് കണ്ട് ചിരിക്കാനൊന്നും ഞങ്ങളെപ്പോലെ മനുഷ്യരായിട്ടുള്ള മനസ്സുള്ളവർക്ക് ഒരിക്കലും സാധിക്കില്ല. നിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന കുറേ സൈക്കോകൾക്ക് മാത്രം പറ്റും അത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നു, എൻ്റെ കാര്യമാണെന്നേ പറയുന്നത്. 10 വർഷമായിട്ടും തീരാത്ത നിൻ്റെ കാര്യം അത് നീ വിൽക്കുന്നത് നിൻ്റെ സ്വന്തം കുടുംബത്തിനെയും കൂടപ്പറപ്പിനെയും. അങ്ങനെയാണെങ്കിൽ തന്നെ നീ ഫോൺ വഴിയോ ഡയറക്റ്റോ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് നീ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്, പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനത്തെ വൃത്തികേട് കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെയാണ് പബ്ലിക്ക് പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? എങ്ങനെ കടന്ന് നീ ഡിസ്കോ ഡാൻസ് കളിച്ചാലും ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. അത് നിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ്. നീ കുത്തരി മേടിക്കണോ, ചാക്കരി മേടിക്കണോ, പൊന്നിയരി മേടിക്കണോ, സോനാ മസൂരി മേടിക്കണോ, ബിരിയാണി റൈസ് മേടിക്കണോ, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തായാലും കണ്ടന്റ് തന്നുകൊണ്ടിരിക്കും ഇങ്ങനെ കേട്ടോ. ഞാൻ കുറേ കണ്ടില്ല കേട്ടോ, എനിക്ക് ബോറടിക്കും. കാര്യം ഇങ്ങനെ ഈ സൈക്കോത്തരകൻ തന്നെ കാണുമ്പോൾ കുറേ കാണുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ലേ. ഞാൻ സ്കിപ്പ് ചെയ്ത് കണ്ട കുറച്ച് കാര്യങ്ങളിലെ കുറച്ച് ഭാഗങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുനാൾ തൊട്ട് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നൊക്കെ നോക്കി ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മക്കളെ പൊന്നു പോലെ പോറ്റി വളർത്തിയ ഒരമ്മ,
അത് രണ്ടാനച്ഛനാണെങ്കിലും അതിൻ്റെ ഒരു കുറവുകളും അറിയിക്കാതെ ഇവൻ ഇപ്പോഴും പറയുന്നു, ഒരു പോയിന്റ് പോലുമില്ല അദ്ദേഹത്തിനെതിരെ കുറ്റം പറയാനായിട്ട്. അങ്ങനെ പോറ്റി വളർത്തിയ ഒരച്ഛൻ, അതുപോലെ തന്നെ കൂടപ്പിറപ്പിൽ ഒരേ വയറ്റിൽ പിറന്ന സ്വന്തം ഒരു കൂടപ്പിറപ്പ്. ഇവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നോളം ഏതൊരു ഭാഷയിലെ വീഡിയോ എടുത്ത് നോക്കിയാലും എന്തെടുത്ത് നോക്കിയാലും ഒരാങ്ങളെയും പീഡിപ്പിക്കാത്ത തരത്തിൽ മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട മകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അത് കൂടെ നിൽക്കുന്ന ഒരു രാക്ഷസിയായിട്ടുള്ള സ്ത്രീ, അതിനെല്ലാം അവളാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്നുള്ളത് കുറേ വീഡിയോസിൽ നമുക്ക് മനസ്സിലായതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 2.0 എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന അവൾ ചെയ്ത വൃത്തികെട്ട നാടകങ്ങൾ എല്ലാവരും കണ്ടതാണ്. ആ ഒരു സാധനത്തിനെ വീട്ടിൽ കയറ്റി എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് ഇവർ ചെയ്തുള്ളൂ. അന്ന് തൊട്ട് ഇതുങ്ങൾ കിടന്ന് അനുഭവിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ മനുഷ്യർ ഈ അവസ്ഥ നമുക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ജീവനോടെ ഉണ്ടാവുമോ? എന്നെ ഇവൻ പറയുന്നത് എനിക്ക് ബാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഇവൻ എൻ്റെ ആരുമല്ലാത്ത എവിടെയോ കിടക്കുന്ന ഒരു മനോരോഗി. ആ ഒരു വില മാത്രമേ ഞാൻ ഇവന് കൊടുക്കുന്നുള്ളൂ. എവിടെയോ കിടക്കുന്ന മാനസിക വൈകല്യം ബാധിച്ച ഒരുത്തൻ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു. പക്ഷെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്ന സ്വന്തം മകനാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കണം. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഹേർട്ട് ചെയ്യും. എൻ്റെ മക്കളാണ് എന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കൊച്ചു വാക്കുകൊണ്ട് പോലും പബ്ലിക്കായിട്ട് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞില്ലേ എന്താ പിന്നെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ മാത്രം നിങ്ങളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വല്ലവനും വരുന്നതല്ലേ. അപ്പോൾ ഇവൻ്റെ ഈ ഡാൻസും കൂത്തും ഇവളുടെ ഈ പേക്കൂത്തും കണ്ട് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിലും കുറേ നല്ലവരായ മനുഷ്യരാണ് ഇന്ന് തിരിഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ടായിട്ടും ഈ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ആ ഒരു ബലമെങ്കിലും ഈ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, സമൂഹം മുഴുവൻ അവരെ ഇവൻ പറയുന്നത് കേട്ടിട്ട് ഒറ്റപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഉണ്ടാവില്ല ആ കുറച്ച് മനുഷ്യർ. കാരണം അത്രയ്ക്കും മെൻ്റൽ പവറൊന്നും ഒരു മനുഷ്യ മനസ്സിനും ഉണ്ടാവില്ല താങ്ങാനുള്ള. സ്വന്തം രക്തം തന്നെ കല്ല് ചുമന്നും മുള്ളു ചുമന്നും മുരുക്കുമുള്ളു ചുമന്നും ചെയ്യാത്ത പണി ഒന്നുമില്ല അവർ. അങ്ങനെ ചെയ്ത് വളർത്തിയ സ്വന്തം രക്തം തന്നെ വേറൊരുത്തിയെ കൂട്ടുപിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഇതേപോലെ നാണം കെടുത്തുമ്പോൾ ഒരമ്മയ്ക്കും ഒരിടത്തും ഒരു മക്കളിങ്ങനെ ഉണ്ടാവരുതേന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കമൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇട്ടേക്കാവേ. ആ കമൻറ്റിൽ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിനെ സ്വന്തം ഭാര്യ വന്നിരുന്ന് സോഷ്യൽ മീഡിയയ്ക്കൂടെ അപമാനിക്കുകയാണ്. വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, എന്താ കഥയിൽ ഇത് ജീവിതം പോലെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പബ്ലിക്കായിട്ട് അയാൾക്കുള്ള കുറ്റങ്ങളും ഇതും പബ്ലിക്കായിട്ട് ജനങ്ങൾ കേൾക്കെ വിളിച്ചു പറയുകയാണ്. ആ വ്യക്തി പറയുന്ന പോലെ വീട്ടിൽ ചെന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തു. കാര്യം ഒരു ഒത്തുതീർപ്പ് നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയേറ്ററിൻ്റെ മുമ്പിലോ വീട്ടുകാരുടെ മുമ്പിലോ ഒക്കെ പറയുന്ന പോലെ അല്ല പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അത് എത്ര വലിയ ക്രൈമാണെന്നറിയോ? ഇതിനൊക്കെ എതിരെ പൊതുജനങ്ങൾക്കും പരാതി കൊടുക്കാം. ഇങ്ങനെ നിരന്തരമായിട്ട് ഒരുത്തന്നെ വന്ന് അത് ആ കുട്ടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും നമ്മൾ ആ വീഡിയോസ് കാണിച്ചാലും ഏതൊരു മനുഷ്യനും ചാടി എഴുന്നേറ്റ് ഇവൻ്റെ ചെവിക്കല് തീർത്ത് കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവൻ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കാര്യം ആ കുട്ടി നല്ല സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് വേറെ വീട്ടിൽ പോയി ജീവിക്കുകയാണ്. അന്തസ്സായിട്ട് എല്ലും മുറിയ പണിയെടുത്ത് സുന്ദരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആ ഒരു കുട്ടിക്കെതിരെയാണ് ഓർക്കണം ഇത്രയും തവണ ഒരു ഒരാങ്ങള എന്ന് പറയുന്ന ഒരുത്തന് ഇത്രയും വലിയ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഉള്ളതോ ഇല്ലാത്തതോ എന്ത് തന്നെയാണെങ്കിലും ഇവനത് റൈറ്റില്ല അങ്ങനെ പബ്ലിക്കായിട്ട് നാണം കെടുത്താനായിട്ട്. ഇതെല്ലാം കണ്ടൊരമ്മ സഹിക്കണം. അതിനിടയ്ക്ക് അമ്മയ്ക്കെതിരെയുള്ള ഇതേപോലുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ എത്രയാ ഒന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യനാന്ന് പോലും ഇതുങ്ങളെ ഒരു മനുഷ്യ ജന്മമാണെന്ന് ഇവറ്റകളെ രണ്ടിനെയും കൂട്ടാൻ പറ്റില്ല. മനുഷ്യരൊന്നും ഇത്രയ്ക്കും ഇങ്ങനൊന്നും പറ്റില്ല. സ്വന്തം ഒരു നേരം അമ്മയുടെ കൂടെ ഒരു ദിവസം അമ്മയുമായിട്ട് ചിലവഴിച്ച സമയം ഓർത്താൽ ഒരു മനുഷ്യക്കുഞ്ഞിനും ഇങ്ങനെ തരം താഴാനായിട്ട് പറ്റില്ല. അതേപോലെ മനുഷ്യനല്ലാത്ത ജീവികളാണ് ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. ഇനി സരിതയോ സവിതയോ സംഗീതയോ അങ്ങനെ ആരെ വേണമെങ്കിലും വെച്ചിട്ട് നീ എന്നെ പറഞ്ഞോ, അപ്പൂച്ചയെ കേച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം താഴെ കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പൂച്ചൻ കേച്ചു കൊടുക്കട്ടെ, അപ്പൂച്ചൻ കേച്ചു കൊടുത്താൽ അതിന് വലിയ ഒഫൻസാണ് അവൻ്റെ നേരെ വരാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൂച്ചന് ഒരു നീതി ഇതുവരെ കിട്ടാത്ത അവന് എങ്ങനെ നീതി കിട്ടും? അവൻ ചെയ്തു കൂട്ടി വെച്ചേക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ അവന് നീതി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ചിന്തിക്കാനെങ്കിലും യോഗ്യതയുള്ളൂ. ഈ ഒരു വെട്ടുകേസിൽ മാത്രമേ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കാര്യം എന്തെങ്കിലും വേണമല്ലോ ഇവരെ കുത്തി പറയാനായിട്ട്. തെളിയിക്കട്ടെ പൊട്ടും ഉറപ്പുളപ്പ് പറയുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നേരെ സത്യമല്ല ശിക്ഷ വിധിച്ചാലും അനുഭവിക്കും. കാര്യം
കള്ളത്തരം എവിടെയാണ്, ആരാണ് ഇറച്ചി കെട്ടി അങ്ങോട്ട് പോയത്? അവിടെ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ട് നിൽക്കുമ്പോഴും ഇവരെ അങ്ങോട്ട് ശരിയാക്കി കളയും, ഇടിച്ചു കയറി ചെല്ലും എന്നും പറഞ്ഞ് ക്യാമറയൊക്കെ ഓൺ ആക്കിക്കൊണ്ട് ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൂടിയത് ആരാണെന്നൊക്കെ എല്ലാവരും കണ്ടതാ. ഇന്ന് കാണുന്നില്ലേ മക്കൾ പോയി പേരൻസിനെ വെട്ടിക്കൊല്ലുന്നത്? എത്രയോ മക്കൾ പേരൻസിനെ ഇതേപോലെ ആക്രമിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് അനുകൂലിച്ച് വിധി വരാനുള്ള സാധ്യത ഒരുപാട് 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 വലുതാണ്. സത്യം മാത്രമേ തെളിയൂ. ഈ പേരൻസ് ഇവനെയൊക്കെ എന്തുകൊണ്ട് ഇത്ര പേടിച്ചിട്ട് പോയി കേസ് കൊടുത്തു എന്നത് മാത്രമാണ് ഇവിടുത്തെ ചിന്താവിഷയം. ബാക്കി നടന്ന കാര്യം ഇന്നത്തെ കാലത്ത് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരുത്തം പോയി അമ്മയെ വെട്ടിക്കൊന്നത്. എത്രയോ മക്കളാണ് പേരൻസിനെ വെട്ടിക്കൊല്ലുന്നതും ആക്രമിച്ചു കൊല്ലുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവൻ അതിക്രമിച്ച് വീട്ടിൽ കയറി പോയേക്കുന്നത്. അതിനു മുമ്പും വീഡിയോ ഇട്ട് വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മതി തെളിവ്. മനസ്സിലായില്ലേ? അത് ശിക്ഷ ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും നമുക്ക് കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ.